നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന കാര്യാലയ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷാ 13-ന് എത്തിയില്ലെങ്കിലും മന്ദിരത്തിൽ പാലുകാച്ചി ചടങ്ങ് സംഘടിപ്പിക്കും. നിർമ്മാണം പൂർത്തിയാകാത്ത മന്ദിരം ഉദ്ഘാടനം ചെയ്യാനാവില്ലെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷായുടെ വരവ് മാറ്റിയതത്രേ. തിരുവനന്തപുരം തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലാണ് ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം നടക്കുന്നത്. മുമ്പ് മാരാർജി ഭവൻ ഇരുന്നിടത്താണ് കൊട്ടാര സദൃശ്യമായ പുതിയ ഓഫീസ് ഉയരുന്നത്. ഈ കെട്ടിടം 13-ന് മുമ്പ് പൂർണ്ണമായും പൂർത്തിയാകില്ലെന്ന് ഉന്നത നേതാവ് വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്താനായിരുന്നു കേരള നേതാക്കളുടെ തീരുമാനം. ഇതിന്റെ ആവശ്യമില്ലെന്ന് കണക്കാക്കിയാണ് അമിത്ഷായുടെ വരവ് പ്രധാനമായും റദ്ദാക്കുന്നത്. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരാത്തതും മറ്റൊരു കാരണമാണ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് അമിത്ഷായ്ക്ക് താല്പര്യം. എന്നാൽ നിർമ്മലയ്ക്ക് മത്സരിക്കാൻ താല്പര്യക്കുറവുണ്ട്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ISROയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനും സജീവ പരിഗണനയിലാണ്. തിരുവനന്തപുരത്ത് അമിത്ഷാ എത്തുമ്പോൾ സ്ഥാനാർത്ഥിയിൽ പൊതുചിത്രമുണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു. അവ്യക്തത മാറാത്തത് കൊണ്ട് തൽക്കാലം തിരുവനന്തപുരത്തെ ബി.ജെ.പി. പദയാത്ര നീട്ടിവയ്ക്കുകയാണ്. ഇതിനൊപ്പമാണ് സംസ്ഥാന സമിതി ഓഫീസ് നിർമ്മാണം പൂർത്തിയായില്ലെന്ന വസ്തുത അമിത്ഷാ തിരിച്ചറിഞ്ഞതും. പ്രതീകാത്മക ഉദ്ഘാടനത്തോട് ആഭ്യന്തരമന്ത്രിക്ക് താല്പര്യമില്ല. തിരുവനന്തപുരത്തെ പദയാത്ര മാറ്റുമ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ പ്രചാരണ പരിപാടിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ എത്തുമെന്ന് തന്നെയാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത്. അമ്പരപ്പിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും വിശദീകരിക്കുന്നു. കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ 3 പേരെ വീതം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കുന്നുണ്ട്. വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര നേതാക്കളെ ഇറക്കാനുള്ള നീക്കം അണിയറയിൽ ശക്തമാണ്. നിലവിൽ വയനാട് സീറ്റ് BDJS-നാണ്. ഈ സീറ്റ് ബി.ജെ.പി. ഏറ്റെടുത്ത് കേന്ദ്ര നേതാക്കളെ നിർത്താനാണ് ആലോചന. ശോഭാ സുരേന്ദ്രൻ, P.K. കൃഷ്ണദാസ് എന്നീ നേതാക്കളുടെ പേരും ഒപ്പമുണ്ട്. കേരളത്തിൽ 20 സീറ്റുകളിൽ 6 എണ്ണമാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സീറ്റ് ഉറപ്പിച്ചതാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അദ്ദേഹം നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു സീറ്റ് തിരുവനന്തപുരമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കുമ്മനം രാജശേഖരന് 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി 2ാം സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിനു മുൻപ് രാജഗോപാലിനും 2ാം സ്ഥാനം കിട്ടി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേര് ഉയർന്നു നിൽക്കുന്നുണ്ട്. മണ്ഡലത്തിൽ മുരളീധരൻ സജീവമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം തീർത്തും അവ്യക്തവുമാണ്. കോഴിക്കോട് MT രമേശനും ശോഭാ സുരേന്ദ്രനും ഒരുപോലെ സാധ്യതയുണ്ട്. കാസർഗോഡ് പ്രകാശ് ബാബു, P.K. കൃഷ്ണദാസ്, രവീഷ് തന്ത്രി എന്നിവർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. കണ്ണൂരിൽ പ്രഫുൽ കൃഷ്ണനും K. രഞ്ജിത്തും പരിഗണനയിലുണ്ട്. എറണാകുളത്തും കോട്ടയത്തും അനിൽ ആന്റണിയുടെ പേരാണ് കേൾക്കുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജും ഷോൺ ജോർജും. ഇടുക്കി, ആലപ്പുഴ, മാവേലിക്കര, കോട്ടയം എന്നീ മണ്ഡലങ്ങൾ BDJS-ന് കൈമാറും. തുഷാറിനെ ആലപ്പുഴയിൽ ഇറക്കി കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ് ബി.ജെ.പിക്ക് താല്പര്യം. എന്നാൽ കോട്ടയം സീറ്റാണ് തുഷാറിന് നോട്ടം. നന്ദി.